അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടൽ കണ്ട് ഇറങ്ങിയേക്കാണ്. പടത്തിന്റെ ആദ്യത്തെ ഒരു നെഗറ്റീവ് ഞാൻ പറയാം, പടം എന്ത് തീരണ്ടായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉള്ള പോലെ ഫീൽ ചെയ്ത്. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ശരിക്കും അത്ര ലെങ്ത് ഇല്ല പടം, പക്ഷെ നമുക്കിത് കാണുമ്പോൾ നല്ല ലെങ്ത് തോന്നുന്നുണ്ട്. അത് എന്താ പറയാൻ പാടില്ല. അത് സീനെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തീർക്കാം. നമുക്ക് ഒരു സീൻ വരുമ്പോൾ ഇപ്പം തീരും ഓർത്തിരിക്കുമെങ്കിലും ഇവരവിടെ ഒന്നും ചെയ്യാതെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള മൈൻഡിലാണ് പോണത്. അത് ഒന്നാമത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഡയലോഗ്സൊക്കെ കുറിച്ച് എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നി. എന്തുകൊണ്ട് എനിക്ക് ഡയലോഗ്സ് അത്ര ഷോക്കായിട്ട് തോന്നി? അത് മെയിനായിട്ട് പിന്നെ പെപ്പയുടെ ചിലപ്പം പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ, അതൊക്കെ ഒന്ന് കാണാപ്പാടം പഠിച്ചിട്ട് വന്ന് പറയണ ഒരു ഫീൽ വന്ന്. അവർ കുറച്ച് ഇതായിട്ട് ഉദ്ദേശിക്കണമെങ്കിലും ശരിക്കും ഒരു കാണാപ്പാടം വന്നിട്ട് അവരുന്ന് പറയൂല അങ്ങനത്തെ ഒരു. നിനക്കെന്ത് തോന്നിയത്? ഡയലോഗ്സൊക്കെ ചുമ്മാ മറ്റേ നല്ല മാസ് ഡയലോഗൊക്കെ ഇരിക്കും എഴുതിയേക്കണേ, പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ ഒരു സുഖമില്ല. എന്തോ ഒരു പഞ്ചില്ലാണ്ട് അന്നാ ഡയലോഗൊക്കെയാണ്, പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ ഒരു രസമല്ല. കേട്ടിരിക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്താ ഇത്, അങ്ങനത്തെ ഒരു ഫീല്. പിന്നെ പടത്തിന്റെ ആകെ ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ആ ഇന്റർവൽ ബ്ലോക്ക് ആയിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇന്റർ ബ്ലോക്കിൽ നൈസ് നടന്നത്, രാജ്ബി ഷെട്ടിയുടെ സംഭവങ്ങളും അത് നൈസ് ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടി കിടലിനായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഇമോഷണൽ സീൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് അത്രയ്ക്ക് കണക്ട് ആവാത്തോളം ഫീൽ ചെയ്ത്. ഇപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ സാധൊരു ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ കയറി ഉണ്ടായി ഇടയ്ക്ക്. നമ്മൾ വിചാരിക്കുന്ന നാടിന് തന്നെ തൊട്ടടുത്ത സീനിൽ അത് സംഭവിക്കും. കാരണം നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പടം പെട്ടെന്ന് സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ തന്നെ അവസാനിപ്പിക്കാനുള്ള സെറ്റപ്പിലോട്ട് വരുന്നുണ്ട്. അത് ഇവരിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് വലിയ പ്ലോട്ടൊന്നും ഇല്ല ശരിക്കും, ചെറിയൊരു പ്ലോട്ടാണ്. അത് എൻഗേജ് ചെയ്തെടുത്തതിലാണ് കാര്യം. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് ഭയങ്കര ഡൗൺ ആയി പോകണല്ലോ തോന്നിയായിരുന്നു. ഇടയ്ക്കല്ല, മിക്കപ്പോഴും ഭയങ്കര ഡൗൺ ആണല്ലോ തോന്നിയായിരുന്നു. ആ പെർഫോമൻസ് വൈസ് ആയാലും എന്തൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ അത് ഒന്നും നടപടി ആവാത്തല്ലോ തോന്നുന്നു. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ വലിയ സീൻ ആയില്ല കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഫൈറ്റ് സീൻസ് ആണ്. എന്താണ് തീരാതെ നമ്മൾ വിചാരിക്കുള്ളൂ. അത് ഫൈറ്റ് സീൻസിനാണെങ്കിൽ ഒരു അവസാനമല്ല, അവർ ഇടയ്ക്ക് കുറച്ചു നേരം ഫൈറ്റ് ചെയ്യും, പിന്നെ നിർത്തും, പിന്നെ എല്ലാവരും സെറ്റപ്പായി സാധാ പോലെ അടക്കും. പിന്നെ എല്ലാവർക്കും പവർ വരുമ്പോൾ തന്നെ പിന്നെ കുറച്ച് പിന്നെ ആലേറി ഒന്നോടെ ഇടിക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഇടിക്കുക പവർ വരാ, പിന്നെ കുറച്ച് നേരം പിന്നെ ഇടിക്കുക പവർ വരാ, അത് തന്നെ പരിപാടി. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും മീറ്റ് ചെയ്തുള്ള പടം. അപ്പോൾ നിനക്കെന്ത് തോന്നിയതുപോലെ? എനിക്കും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ആ ബോട്ടിലാണ് മെയിനായിട്ട് ആ കഥ നടക്കുന്നത് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഗേജ് എടുത്താൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. അതാണ് മെയിനായിട്ട് വിഷയം വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും പടം കണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. മറ്റേ സോഫിയ പോളിൻ്റെ പ്രൊഡക്ഷൻ അതൊക്കെ പറയണം ഇരിക്കട്ടെ.